ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീടിത്, ചിലക്കാത്ത കൂടിത്, ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്. നമസ്കാരം. യരലവ ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. നമ്മൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച തൊമ്മനും മക്കളും എന്ന സിനിമ കണ്ടിട്ടുണ്ട്. എടാ, നിന്റെ ഈ ചൂടഞ്ചെമ്പിന്റെ സ്വഭാവം തൽക്കാലം നീയൊന്ന് മാറ്റി വെക്ക്. നീയൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ. 1965 തൊമ്മന്റെ മക്കൾ എന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊട്ടാരക്കര ശ്രീധരൻ നായർ, സത്യൻ, ഷീല, മധു, അങ്ങനെ ഒരു മൾട്ടികാസ്റ്റ് സിനിമയായിരുന്നു തൊമ്മന്റെ മക്കൾ. ചിലപ്പോൾ ഒരു സിനിമയുടെ പേരിൽ തന്നെ ആ സിനിമയുടെ മുഴുവൻ കഥയും ഒളിഞ്ഞിരിക്കും. തൊമ്മന്റെ മക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഒരച്ഛൻ്റെ കഥയാണ് എന്ന്, അയാളുടെ മക്കളുടെയും കഥയാണ്. ആ ബന്ധത്തിൻ്റെ ഭാരവും സ്നേഹവും നിറഞ്ഞ ഒരു കഥയാണ്. 1965 ഡിസംബർ 24 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ക്രിസ്മസിൻ്റെ തലേന്ന് റിലീസായതൊരു യാദൃച്ഛികതയാവാം. പക്ഷേ അതിലൊരു കാവ്യാത്മകതയുണ്ട്. കുടുംബം, ത്യാഗം, ക്ഷമ എന്നീ പ്രമേയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ. ക്രിസ്മസ് കാലത്തിൻ്റെ വൈകാരികതയോട് ഒരു സ്വാഭാവിക ബന്ധം പുലർത്തുന്നു. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ജെ ശശികുമാറാണ് നിർവഹിച്ചത്. ഭഗവതി പിക്ചേഴ്സിന് വേണ്ടി VPM മാണിക്യവും MS കാശിനാഥനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കഥ തന്നെ ജെ ശശികുമാർ 1984 വീണ്ടും സംവിധാനം ചെയ്തു. കഥാപാത്രങ്ങളെ ഹിന്ദുക്കളാക്കി മോഹൻലാലും ലാലു അലക്സും നായകന്മാരായി. പിന്നീട് 1990 സുരേഷ് ഗോപിയെയും സായ് കുമാറിനെയും നായകന്മാരാക്കി സിനിമ മൂന്നാമതും ശശികുമാർ സംവിധാനം ചെയ്തു. ഈ സിനിമകളുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? അക്കാര്യം നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. ഒരു കഥ ഇത്ര കാലയളവിലൂടെ വീണ്ടും വീണ്ടും 3 സിനിമകളിൽ പറയാൻ തോന്നുക എന്നതിൽ തന്നെ ആ കഥയുടെ ശക്തി തെളിയുന്നുണ്ട്. ഇനി ഈ കഥയിലേക്ക് കടക്കാം. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലെ മലയോര പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു മനുഷ്യനാണ് തൊമ്മൻ. അദ്ദേഹം ഒരു തുണ്ട് ഭൂമി വാങ്ങി. ഭാര്യ അച്ചാമ്മയോടും മക്കളായ പാപ്പച്ചൻ, കുഞ്ഞച്ചൻ, ചിന്നമ്മ എന്നിവരോടൊപ്പം അധ്വാനിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുത്തു. ഈ പശ്ചാത്തലം തന്നെ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമാണ്. അക്കാലത്ത് തിരുവിതാംകൂറിൽ നിന്നും മലബാറിൻ്റെ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറിയ കർഷകരുടെ കഥയാണിത്. ഇത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഭൂമിക്ക് വേണ്ടി, ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി കുടുംബങ്ങളെ മുഴുവൻ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നട്ട കാലം. ആ കാലഘട്ടത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഈ ചിത്രത്തിൻ്റെ ആദ്യ ഫ്രെയിമുകളിൽ തന്നെ കാണാം. അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ആളെ കൊല്ലുന്ന ഒരു മാരക രോഗമുണ്ടായിരുന്നു, വസൂരി. അതിനെതിരായ വാക്സിനേഷനെ അച്ചുകുത്തൽ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. അച്ചുകുത്തലിനെ എല്ലാവരും പേടിക്കുന്ന കാലം. അച്ചുകുത്താനെത്തുന്ന ജെയിംസിന് ചിന്നമ്മയിൽ പ്രണയമുദിക്കുന്നു. സഹോദരങ്ങളായ പാപ്പച്ചനും കുഞ്ഞച്ചനും ഉത്സാഹത്തോടെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. ഇത് സന്തോഷകരമായ ഒരു തുടക്കമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും ഈ രംഗങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ ഇവിടെ നിന്നാണ് കഥയുടെ യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത്. പാപ്പച്ചൻ കപ്പ്യാരുടെ മകൾ ശോശാമ്മയെ വിവാഹം കഴിക്കുന്നു.
ശോശാമ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. തനിക്ക് ശോശാമയോട്ടല്ലേ എന്ന് വെച്ച് അപ്പനും അമ്മ ഈ കാര്യം അറിയേണ്ടോ? ഇല്ലെങ്കിൽ അവർ തനിക്ക് വേറെ കല്യാണം ആലോചിക്കും. ചേട്ടാ നീ ആള് വീരനാണല്ലോടാ. എന്നെ കൊണ്ട് ഇതൊക്കെ സമ്മതിച്ചിരിക്കും. കൊടുക്കേ വരട്ടെ. ഞാനും ഇങ്ങനെ കൊന്നത്തുങ്ങ പോലെ വളർന്നിരിക്കുകയാണെന്നൊരു ഓർമ്മ വേണം. ആ കാര്യം ഞാനേ കെട്ടുന്നേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. ഇല്ലേ വേണ്ട എന്ത് പറയണം? എന്നാൽ കുഞ്ഞച്ചൻ വിവാഹം കഴിക്കുന്നത് മീനച്ചിൽകാരൻ്റെ മകൾ മേരിക്കുട്ടിയെയാണ്. പുതിയ പണത്തിൻ്റെ അഹന്തയും ഡമ്പും നിറഞ്ഞ ഒരു സ്ത്രീ. തത്തമ്പള്ളിക്കാര കുഞ്ഞച്ച പൊന്നുമരുമകനെ പറ്റിച്ച മീനും കൂട്ടി ചോറുണ്ടേച്ച് ഒറ്റയ്ക്ക് ഉറങ്ങുമോനെ. ഇവിടെയാണ് ഈ ചിത്രത്തിൻ്റെ സാമൂഹിക നിരീക്ഷണം ഏറ്റവും മൂർച്ചയോടുകൂടി പ്രകടമാകുന്നത്. സമ്പത്തും ദാരിദ്ര്യവും ഒരേ കുടുംബത്തിനുള്ളിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന വിള്ളലുകൾ. മേരിക്കുട്ടിയും അവരുടെ വീട്ടുകാരും ശോശാമയെയും പാപ്പച്ചനെയും അവഹേളിക്കുന്നു. അവരുടെ ജീവിതം ദുസ്സഹമാകുന്നു. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ വളരുന്നത് കണ്ട് തൊമ്മൻ്റെ ഹൃദയം നുറുങ്ങുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ തൊമ്മൻ ഒരു ശ്രമം നടത്തുന്നു. മേരിക്കുട്ടിയുടെ സ്ത്രീധനത്തുക ഉൾപ്പെടെ ഉപയോഗിച്ച് താൻ വാങ്ങിയ ഭൂമി പൊതുസ്വത്തായി പ്രഖ്യാപിക്കുന്നു. ഞാൻ വാങ്ങാൻ വിചാരിച്ച പറമ്പാണിത്. ഇന്നത് സാധിച്ചു. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ രണ്ടതിരിലും ഓരോ വീട് വയ്ക്കണം. ആ വീട്ടിന്റെ നടുക്കൂടി ഒരു വേലി കെട്ടരുത്. ഈ തീരുമാനം മേരിക്കുട്ടിയെയും കുഞ്ഞച്ചനെയും കൂടുതൽ ചൊടിപ്പിക്കുന്നു. മക്കൾ തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടി തൊമ്മൻ സ്വത്തുക്കൾ വീതിച്ചു നൽകുന്നു ഒരു അപേക്ഷയോടെ. വേലികെട്ടി അതിരുകൾ തിരിച്ച് അകൽച്ച വിളിച്ചോതരുതെന്ന്. പാടുപെട്ട് വളർത്തി അപ്പന് കൊടുക്കുന്ന കൂലി കൊള്ളാം. അമ്മച്ചി ഞാൻ എന്നാ പറ്റിയത്? തെറ്റാരുടെ വശമാകട്ടട. നിങ്ങൾക്ക് തമ്മി പൊറുക്കാൻ വയ്യാത്ത കാര്യമുണ്ട്. അവനിപ്പം അവന്റെ പെണ്ണുമ്പിള്ള പറയുന്നതാണ് വേദവാക്യം. എന്നാ ഞാൻ അവനെ ഉപേക്ഷിച്ചേക്കാം. ഈ ഒരു ഡയലോഗ് തന്നെ ഈ ചിത്രത്തിന്റെ ആത്മാവാണ്. സ്വത്ത് വീതിക്കാം, പക്ഷേ സ്നേഹം വീതിക്കരുത് എന്ന ഒരച്ഛൻ്റെ അപേക്ഷ. പക്ഷേ കുഞ്ഞച്ചനും മേരിക്കുട്ടിയും മീനച്ചിലുകാരനും അവരുടെ വാശിയിൽ ഉറച്ചു നിൽക്കുന്നു. സഹോദരങ്ങളായ പാപ്പച്ചനും കുഞ്ഞച്ചനും തമ്മിൽ വഴക്ക് വളരുന്നു. ഒരു വലിയ ഏറ്റുമുട്ടലിനിടയിൽ വഴക്ക് തീർക്കാൻ തൊമ്മനും അച്ചാമ്മയും എത്തുന്നു. നിവൃത്തിയില്ലാതെ തൊമ്മൻ മക്കളെ വടികൊണ്ട് ആഞ്ഞടിക്കുന്നു. പക്ഷേ ആ അടി അബദ്ധത്തിൽ ചെന്ന് പതിക്കുന്നത് അച്ചാമ്മയ്ക്കാണ്. അച്ചാമ്മ മരിക്കുന്നു. ഇതൊരു ദുരന്തമാണ്. ഒരു ഗ്രീക്ക് ട്രാജഡിയുടെ തീവ്രതയോടെ വളരുന്ന ടേണിംഗ് പോയിന്റ്. ഒരച്ഛൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും സ്നേഹിച്ച ഭാര്യ കൊല്ലപ്പെടുന്നു. മക്കളെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി. തൂക്കുമരത്തിൽ കയറുന്നതിന് മുമ്പ് തൊമ്മൻ മക്കളോട് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ: ആ വേലി പൊളിച്ചു മാറ്റണം. നാളെ സ്വർഗത്ത് വെച്ച് ഞാൻ നിങ്ങളുടെ അമ്മയെ കാണും. അപ്പോൾ നിന്റെ മക്കളെ തമ്മിൽ തെളിച്ച വേലി അവർ പൊളിച്ചു കളഞ്ഞടി എന്നെനിക്ക് അവളോട് പറയുന്നു. ഈ അപ്പന് വേണ്ടി നിങ്ങളത് ചെയ്യുമോ മക്കളെ? അതിരുകൾ വേണ്ട, അകൽച്ചകൾ വേണ്ട. ഒടുവിൽ മക്കൾ രമ്യതയിലെത്തുന്നു. ഈ അവസാന നിമിഷം ഒരച്ഛൻ്റെ മരണത്തിലൂടെ മാത്രം മക്കൾക്ക് കിട്ടുന്ന ബോധോദയം. ഇത് ഈ ചിത്രത്തെ ഒരു സിമ്പിൾ ഫാമിലി ഡ്രാമയിൽ നിന്ന് ഒരു ധാർമ്മിക ഉപദേശ കഥയിലേക്ക് ഉയർത്തുന്നു. സ്വത്തിനു വേണ്ടി കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതിന് നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ച് ഇന്നും പ്രസക്തമായ ഒരു ചോദ്യം ഉയർത്തുന്നു.
ഇനി ഈ ചിത്രത്തിലെ അഭിനയത്തിലേക്ക് വരാം. ഒരു അസാധാരണ താരനിരയുള്ള ചിത്രമാണിത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ തൊമ്മനായി. ഈ കൈകൊണ്ട് ഒരേ പാത്രത്തിൽ നിന്ന് ചോറ് വാരി കൊടുത്താണടി എന്റെ മക്കളെ ഞാൻ വളർത്തിയത്. ഇന്ന് ഒരു കലത്തിൽ വേവുന്ന ചോറുണ്ടാൻ പാടില്ലാത്തവണ്ണം അവരെങ്ങനെ പോയടി മക്കളെ. ഒരച്ഛൻ്റെ സ്നേഹവും നിസ്സഹായതയും അവസാനം ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു മനസ്സിൻ്റെ വ്യഥയും ഇതെല്ലാം കൊട്ടാരക്കരയുടെ മുഖത്ത് അനായാസമായി പ്രതിഫലിക്കുന്നു. ആ കാലഘട്ടത്തിലെ മലയാള സിനിമയിൽ പ്രായം കൂടിയ പിതൃകഥാപാത്രങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായ മുഖം ആരുടേതെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയുടെ പേര് ആദ്യം വരും. സത്യൻ പാപ്പച്ചനായി. ലോകത്തിലേക്ക് എനിക്ക് ഏറ്റവും വലുതെന്റെ കുഞ്ഞച്ഛൻ. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായൽ കിടന്നുറങ്ങിയാണ് വളർന്നിട്ടുള്ളത്. പാവപ്പെട്ടവളെ വിവാഹം കഴിച്ച എന്നാൽ സ്വന്തം സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് അവഹേളനം സഹിക്കേണ്ടി വരുന്ന ഒരു മനസ്സിൻ്റെ വേദന സത്യൻ അസാധാരണമായ ഡെപ്തോടെ അവതരിപ്പിച്ചു. സത്യൻ്റെ അഭിനയത്തിൻ്റെ പ്രത്യേകത എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികതയാണ്. അമിതമായി പ്രകടിപ്പിക്കാതെ ഉള്ളിലൊതുക്കിയ വേദന കണ്ണുകളിലൂടെ കാണിക്കുവാനുള്ള കഴിവ്. മധു കുഞ്ഞച്ഛനായി. പറഞ്ഞു കുഞ്ഞച്ഛൻ എന്ത് വേണം? ഇയാളെ നിന്നെ എടുത്തുചാട്ടക്കാരനും വിട്ടുവീഴ്ചയില്ലാത്ത അനിയനായി മധു അസാമാന്യമായ ഊർജം നിറയ്ക്കുന്നു. കുഞ്ഞച്ഛൻ ഭാര്യയുടെ സ്വാധീനത്തിൽ വീണുപോകുന്ന, സ്വന്തം കുടുംബ ബന്ധങ്ങളെ വില കുറച്ച് കാണുന്ന ഒരു ദുർബല മനസ്സ്. മധു ഈ കഥാപാത്രത്തിന് ഒരു മാനുഷിക സങ്കീർണത നൽകി. അയാൾ ഒരു വില്ലൻ അല്ല, ഭാര്യയുടെയും സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിൽ വഴിമാറിപ്പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായേ. കപ്പിയാർക്ക് 2 പെൺപിള്ളേരുണ്ട്, അതിലൊന്ന് പൊട്ടിയ അതാ ഇത്. ഒരു സിനിമയിൽ ഒരേ സമയം നായകർ എന്ന് വിളിക്കാവുന്ന 2 അഭിനേതാക്കൾ, സത്യനും മധുവും. വ്യത്യസ്ത സ്വഭാവ ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായി തിളങ്ങുന്നു. ഷീല മേരിക്കുട്ടിയായി. അമ്മച്ചി ഉള്ളിടത്തോളം കാലം അവരല്ലേ ഇത് ചെയ്യേണ്ടത്. എന്തൊക്കെ തന്നെ ഞാൻ കൊണ്ടുവന്നാലും എനിക്കിവിടെ ഒരു സ്ഥാനമില്ലെന്നല്ലോ ഇതിന്റെ അർത്ഥം. ഈ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ളതാണ്. അഹന്തയും ഡമ്പും നിറഞ്ഞ കുടുംബത്തിൻ്റെ ശാന്തി തകർക്കുന്ന ഒരു സ്ത്രീ. എന്നാൽ ഷീലയുടെ പ്രകടനത്തിൻ്റെ മികവ് അവർ ഈ കഥാപാത്രത്തെ ഒരു കാർട്ടൂൺ വില്ലത്തിയാക്കാതെ ഒരു യാഥാർത്ഥ്യബോധത്തോടെയും കൈയടക്കത്തോടെയും അവതരിപ്പിച്ചു എന്നതാണ്. അംബിക ശോശാമയായി. അമ്മച്ചി ചെയ്യുന്നതല്ലേ നല്ലത്. വേണ്ട, അത് നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എടുത്തു കൊടുക്ക. പാവപ്പെട്ട ലളിതഹൃദയായ ഒരു മരുമകൾ, കുടുംബത്തിൻ്റെ സ്നേഹവും അതേസമയം ദുരിതവും അനുഭവിക്കുന്ന ഒരു കഥാപാത്രം. അംബികയുടെ നിശബ്ദമായ സഹനം ഈ ചിത്രത്തിൻ്റെ വൈകാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കവിയൂർ പൊന്നമ്മ തൊമ്മൻ്റെ ഭാര്യ അച്ചാമ്മയായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുത്തേച്ചാ അവര് തമ്മിൽ അകലാതിരിക്കും. നീ പോടി അവിടുന്ന്, എന്റെ മക്കൾ ഒരിക്കലും അകലത്തിലടി. ഒരു കുടുംബത്തിൻ്റെ വൈകാരിക നെടുന്തൂൺ. അവരുടെ ദുരന്തപൂർണമായ മരണം ഈ കഥയുടെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷമാണ്. അടൂർബാസി മീനച്ചിൽകാരനായി. തന്റെ അപ്പനെ വിചാരം കൊണ്ടോ അയാൾ ഇഷ്ടപ്പെടി വീതം വെച്ചു. വേലി കെട്ടി തിരിച്ച് കൃഷി നിന്റെ വീതം വേലി കെട്ടി തിരിച്ച് കൃഷി ചെയ്യേ, അത് ഞാൻ എന്ത് എന്ന് കാണാമല്ലോ. മേരിക്കുട്ടിയുടെ പിതാവ്, പുതിയ പണത്തിൻ്റെ അഹന്ത അടയാളമായ കഥാപാത്രം. അടൂർബാസിയുടെ സ്വാഭാവിക ടൈമിംഗ് ഈ കഥാപാത്രത്തിന് ഒരു യാഥാർത്ഥ്യബോധം നൽകി. ഈ ചിത്രത്തിൻ്റെ സംഭാഷണങ്ങൾ എഴുതിയത് PJ ആൻ്റണിയാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. PJ ആൻ്റണി മലയാള സിനിമയിൽ പിന്നീട് ഒരു അഭിനേതാവ് എന്ന നിലയിലും പ്രഗത്ഭനായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്. അത് നാടകീയമല്ല, എന്നാൽ വൈകാരികമായി കൃത്യമാണ്. ഓരോ കഥാപാത്രത്തിൻ്റെയും സാമൂഹിക നിലയും വ്യക്തിത്വവും അവരുടെ സംസാര ശൈലിയിൽ പ്രതിഫലിക്കുന്നു. തൊമ്മൻ്റെ പഴമയുള്ള ലളിതമായ വാക്കുകൾ, മേരിക്കുട്ടിയുടെ അഹന്ത നിറഞ്ഞ സംസാരം, ശോശാമയുടെ വിനീതമായ ഭാഷ. തിരക്കഥയിൽ J. ശശികുമാർ ഇവിടെ ഒരു ക്ലാസിക് മെലോഡ്രാമ സ്ട്രക്ചർ പിന്തുടരും. സന്തോഷകരമായ ഒരു തുടക്കം,
പിന്നെ സാവധാനം വളരുന്ന സംഘർഷം, ഒടുവിലൊരു ദുരന്തത്തിലൂടെയുള്ള പരിഹാരം. ഇതക്കാലത്തെ മലയാള സിനിമയിൽ വളരെ ഫലപ്രദമായി പ്രയോഗിച്ച ഒരു നറേറ്റീവ് ഫോർമാറ്റായിരുന്നു. കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക സങ്കീർണതകൾ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ ആഴത്തിലുള്ള ഒരു മോറൽ മെസ്സേജായി അവതരിപ്പിക്കുക. WR സുബ്രാവു ആണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത്. ഇനി സംഗീതത്തിലേക്ക് വരാം. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും നിലനിൽക്കുന്ന പൈതൃകങ്ങളിൽ ഒന്ന്. പ്രധാന സംഗീതം നൽകിയത് MS ബാബുരാജാണ്. വരികൾ വയലാർ രാമവർമ്മയുടേത്. ഈ കൂട്ടുകെട്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിലെ സുവർണ കോമ്പിനേഷനാണ്. കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണെ PB ശ്രീനിവാസും KP ഉദയഭാനുവും ചേർന്ന് പാടിയ ഗാനം. നിന്റെ കൊച്ചു പൊതിക്കെട്ടിൽ എന്താണ്? വയനാടൻ പുഴയിലെ മീനാണോ? വല വീശി കിട്ടിയ മുത്താണോ? ഈ ഗാനം ഒരു പ്ലേഫുൾ നാടൻ പ്രണയത്തിൻ്റെ ചാരുത നിറഞ്ഞ ഗാനമാണ്. വയലാറിൻ്റെ വരികളിൽ ഒരു ഗ്രാമീണ കാമുകൻ്റെ കുസൃതി നിറഞ്ഞ പ്രണയാഭ്യർത്ഥന ഭംഗിയായി ഒഴുകുന്നു. ആദ്യ രാത്രി മധുവിധുരാത്രി. രാത്രി മധുവിധുരാത്രി അനുരാഗ സുരദിന രാത്രി ആദ്യ രാത്രി മധുവിധുരാത്രി. യേശുദാസിന്റെ ശബ്ദത്തിൽ ഒരു വിവാഹരാത്രിയുടെ കാവ്യാത്മകമായ ആവിഷ്കാരം. ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീടിത്, ചിലക്കാത്ത കൂടിത്, ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്. ഇതും യേശുദാസ് തന്നെ പാടിയത്. ഈ ഗാനത്തിൻ്റെ പേര് തന്നെ കഥയിലെ സംഘർഷത്തിൻ്റെ സൂചന നൽകുന്നു. ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനം ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി. ജോബാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയത്. വരികൾ വർഗീസ് മാളിയക്കലിൻ്റേത്. S ജാനകിയുടെ ആലാപനം. ഈ ഗാനം ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി ദൈവത്തോട് നടത്തുന്ന നിഷ്കളങ്കമായ സംഭാഷണം പോലെ. ഈ ഗാനം ഇന്നും കേരളത്തിലെ പല ക്രൈസ്തവ ഭവനങ്ങളിലും ഒരു സ്ഥിരം പ്രാർത്ഥനാ ഗാനമായി നിലനിൽക്കുന്നു എന്നത് ഈ ഗാനത്തിൻ്റെ കാലാതീതമായ ശക്തിയുടെ തെളിവാണ്. ഒരു സിനിമയിലെ ഒരു ഗാനം ആ സിനിമയേക്കാൾ കൂടുതൽ ജീവിച്ച് ഒരു സമൂഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക എന്നത് അപൂർവമായ ഒരു അംഗീകാരമാണ്. അങ്ങനെ അങ്ങനെ എൻ കരൾ. അങ്ങനെ അങ്ങനെ എൻ കരൾ കൂട്ടിലോരല്ലേ മലർക്കിളി വന്നു, അല്ലേ മലർക്കിളി വന്നു. ജാനകിയും യേശുദാസും ചേർന്ന് പാടിയ ഡ്യുവറ്റ് നില്ല് നില്ല് നാണക്കുടുക്കുകളെ എന്ന ഗാനം. നില്ല് 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 നാണക്കുടുക്കകളെ നില്ല്, നാണക്കുടുക്കകളെ നില്ല്. ഈ ഗാനത്തിൽ ജാനകി, P ലീല, ശ്രീനിവാസ്, ഉദയഭാനു എന്നിവർ ഒരുമിച്ച് പാടുന്നു. ഇത്രയധികം ഗായകർ ഒരുമിച്ച് ചേർന്ന ഒരു സംഘഗാനം അക്കാലത്തെ മലയാള സിനിമയിൽ പുതിയൊരു അനുഭവമായിരുന്നു. ഈ ഗാനങ്ങളുടെ വൈവിധ്യം തന്നെ ഈ ചിത്രത്തിൻ്റെ വൈകാരിക പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിക്കും. പ്രണയത്തിൻ്റെ ലാളിത്യം, വിവാഹത്തിൻ്റെ ആഹ്ലാദം, കുടുംബ സംഘർഷത്തിൻ്റെ ഇരുണ്ട സൂചനകൾ, ഒടുവിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. തൊമ്മൻ്റെ മക്കൾ കേവലം ഒരു കുടുംബകഥയല്ല. ഇത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. കുടിയേറ്റം, ജാതിവർഗ വ്യത്യാസങ്ങൾ, സ്ത്രീധന സമ്പ്രദായം, സഹോദര ബന്ധങ്ങളിലെ സങ്കീർണതകൾ, ഇവയെല്ലാം ഒരു ലളിതമായ കുടുംബ നാടകത്തിൻ്റെ വേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. കൊട്ടാരക്കരയുടെ പിതൃവാത്സല്യം, സത്യൻ്റെ നിശബ്ദ വേദന, മധുവിൻ്റെ ദുർബലത, ഷീലയുടെ അഹന്ത, അംബികയുടെ സഹനം, കവിയൂർ പൊന്നമ്മയുടെ ദുരന്തം,
ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു സിനിമ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ല, ഒരു സാമൂഹിക പാഠമായി മാറുന്നു. ആ വേലി പൊളിക്കണം എന്ന അവസാനത്തെ അപേക്ഷ അതിന്നും 60ഓളം വർഷങ്ങൾക്ക് ശേഷവും ഓരോ കുടുംബത്തിനും ആവശ്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വത്തിന് അതിരുകൾ വരാം, പക്ഷേ സ്നേഹത്തിന് വേലികൾ വേണ്ട. തൊമ്മൻ്റെ മക്കൾ എന്ന ഈ ക്ലാസിക് ചിത്രം ഇത്രയും കാലത്തിന് ശേഷവും മലയാളികളുടെ ഹൃദയത്തിൽ ഒരു ഇടം നിലനിർത്തുന്നു. ആ വേലി പൊളിക്കണം. കുടുംബങ്ങളും സമൂഹവും ആ വേലികൾ പൊളിക്കുക തന്നെ വേണം. ഇതേ കഥ പിന്നീട് 2 വട്ടം കൂടി സിനിമയായല്ലോ. ആ സിനിമകളുടെ പേര് നിങ്ങൾക്കറിയാമോ? ആ പേരുകൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. അഭിമാനിക്കാവുന്ന ഒരു സമ്മാനം തരാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അറിയിക്കൂ. നമ്പർ ചുവടെയുണ്ട്. ഈ ക്ലാസിക് ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമൻറ്റിൽ പങ്കിടൂ. എരലവയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.